എൻ്റെ മോർണിംഗ് സ്കൂൾ റണ്ണിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ മൂത്ത ആളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കുമായിരുന്നു. ഞാനിപ്പോൾ സൈഡ് മിററിൽ നോക്കിയപ്പം എൻ്റെ മോൻ അവിടെ നിന്ന് നോക്കുമായിരുന്നു. എൻ്റെ വണ്ടി മൊത്തം പോയി മറിഞ്ഞ്, അതായത് ഞാൻ പോകുന്നത് വരെ അവനിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. എനിക്ക് വണ്ടി നിർത്തി ഓടിപ്പോയി അവനെ തിരിച്ച് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ മക്കൾ എന്ത് പെട്ടെന്നല്ലേ വലുതാവുന്നത്. അവൻ ജനിച്ചത് ഓർമ്മ വന്നു പെട്ടെന്ന്. ഇനിയിപ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവൻ കോളേജിലാവും. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രസൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ ഇമോഷണൽ ആവണമെന്ന് ഒരു ഇൻറ്റൻഷൻ എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മൾ ആരും അറിയാതെ തന്നെ നമ്മുടെ പിള്ളേർ നമ്മുടെ കൺമുന്നിൽ അങ്ങ് വളർന്നു പോകും. അപ്പം ഞാൻ എൻ്റെ പാരൻസിൽ നിന്ന് ഒത്തിരി ദൂരമാണ് ഇപ്പം. കാരണം ഞാൻ ആ ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻ്റാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നത്. സോ അവരുടെ കൂടെ ഉള്ളപ്പം മാക്സിമം അവരുടെ കൂടെ ഉണ്ടാവാൻ ശ്രമിക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, എന്നാൽ എക്സ്ട്രാ ഏർണിങ്ങും വേണം. ഒരു സെക്കൻഡ് ജോബ് എടുക്കാതെ തന്നെ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പ്രാവശ്യം ചോദിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒത്തിരി വീഡിയോസ് ഇങ്ങനെ കണ്ടു. സോ ഞാനൊരു വീഡിയോ കണ്ട് റീച്ച് ഔട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഒരു ഫ്രീ വെബിനാർ കാണണം. ഞാനത് കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ പോയിട്ട് കുറച്ചും കൂടെ ക്യൂരിയസ് ആയിട്ട് എന്താണിത് എന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. കാരണം ഇത്രയും പേര് ഇത് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ബീയിങ് സക്സസ്ഫുൾ ആസ് വെൽ. സോ വാട്ട് ഈസ് ദിസ് എന്നറിയാൻ ഞാൻ വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുത്തു. ഒരു $149 പേ ചെയ്ത് 30 days സേഫ് പീരീഡ് ഉണ്ട്. അതിലെനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ ഞാൻ ആ വീഡിയോസ് മൊത്തം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, യെസ് ദിസ് ഇസ് റിയൽ. അല്ലാതെ ചുമ്മാ ആൾക്കാർ ബ്ലഫ് ചെയ്യുന്നതല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. എന്നെ പോലത്തെ സാധാരണ പാരൻസ് ഇതിരുന്ന് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് കൊണ്ടുവരുന്നത് കണ്ടപ്പം ഐ തോട്ട് യെസ്, എനിക്കും ഇത് ചെയ്യണം. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ്. ആൻഡ് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദിസ് ബിസിനസ് ഹസ് ബീൻ ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഇൻ അവർ ലൈഫ്. എൻ്റെ ലൈഫിൽ മാത്രമല്ല, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പാരൻസിനും ഇത് നല്ല വിശ്വാസത്തോടെ പറയാൻ പറ്റും. ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ നമ്മുടെ ടൈമും എഫേർട്ടും കൊടുക്കണം. അപ്പം നിങ്ങൾ പറയും ഞാൻ ഭയങ്കര ബിസിയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര മണിക്കൂറുണ്ട്, അതിൻ്റെ ഒരു 50% കൊടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡ്രീം ലൈഫായിട്ട് മാറ്റിയെടുക്കും. സോ ഇഫ് യു ആർ എ പാരൻറ്റ്, നിങ്ങളുടെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ സോളിഡായിട്ടൊരു കാര്യം ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു പ്ലീസ് റീച്ച് ഔട്ട് ടു മീ. Until we talk, bye, take care and God bless you. Bye-bye.